നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രിയ ചിൽസ്, ആര്യവൈദ്യ ഫാർമസി, കോയമ്പത്തൂർ, വയനാട് ജില്ലയിലെ സീനിയർ കൺസൾട്ടൻ്റായി സേവനമനുഷ്ഠിക്കുന്നു. ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം ഡിസ്മെനോറിയ അഥവാ സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയും അവയുടെ പരിഹാരങ്ങളെയും കുറിച്ചാണ്. ആർത്തവം എന്നത് ഒരു സ്ത്രീയിലെ തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു പെൺകുട്ടിയിൽ നിന്നും സ്ത്രീയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് മെനാർക്കെ അഥവാ ആദ്യ ആർത്തവത്തിൻ്റെ പ്രത്യക്ഷപ്പെടൽ. പണ്ട് 14-13 വയസ്സുള്ള സമയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആദ്യ ആർത്തവം ഇന്ന് 8 പൊട്ടും തിരിയാത്ത 8 വയസ്സിൽ കാണപ്പെടാൻ തുടങ്ങി എന്നത് സ്ത്രീയുടെ ആരോഗ്യമേഖലയിലെ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ രീതികളും മാനസിക സമ്മർദ്ദവുമെല്ലാം ഒരു സ്ത്രീയിൽ സാധാരണയായി നടക്കേണ്ട ഹോർമോണൽ പ്രവർത്തനങ്ങളെ ത്വരിതഗതിയിലാക്കുന്നു. ഇത് പലതരം പ്രശ്നങ്ങളിലേക്കാണ് വഴിതെളിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ആർത്തവ സമയത്തെ വയറുവേദന എന്നുള്ളത്. സാധാരണഗതിയിൽ ആർത്തവത്തിൽ കാലുവേദന, നടുവേദന, കൈകാൽ കടച്ചിൽ എന്നിവയൊക്കെ സാധാരണമാണ്. എന്നാൽ ദൈനംദിന ചര്യകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ വേദന അലട്ടുന്നുണ്ടെങ്കിൽ അതൊരു രോഗാവസ്ഥ തന്നെയാണ്. നമ്മളുടെ കുട്ടികൾ എല്ലാ മാസത്തിലും 1-2 ദിവസം സ്കൂളുകളിൽ ആബ്സെൻ്റ് ആവുക, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായും ഒരു രോഗാവസ്ഥയായിട്ട് തന്നെ കണക്കാക്കാം. ഇതിനെയാണ് നാം ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ആർത്തവ സമയത്തെ വയറുവേദനയെ നമുക്ക് 2ആയി തരംതിരിക്കാം. ആദ്യത്തേതാണ് പ്രൈമറി ഡിസ്മെനോറിയ. ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് രോഗകാരണങ്ങളൊന്നും കാണിക്കാറില്ല. പക്ഷേ ആർത്തവം തുടങ്ങുന്നതിന് മുൻപോ ആർത്തവം തുടങ്ങിയതിന് ശേഷമോ വയറുവേദന അനുഭവപ്പെടുകയും അത് 1-2 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വയറുവേദന ശമിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. സാധാരണയായി ആർത്തവത്തിൽ സ്ത്രീകളിൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ അളവ് താഴുകയും ഗർഭാശയ മസിലുകളെ സങ്കോചിപ്പിക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവ് സാധാരണ രീതിയിലാണെങ്കിൽ ആർത്തവം സാധാരണ രീതിയിൽ കടന്നു പോകും. എന്നാൽ ഇത് ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുമ്പോൾ ആർത്തവ സമയത്ത് അമിതമായ വയറുവേദനയും അസഹനീയമായ നടുവേദന, കാൽക്കടച്ചിൽ, അതുപോലെ തന്നെ അനുബന്ധമായി ഓക്കാനം, ഛർദി, തലകറക്കം എന്നിവയൊക്കെ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അമ്മമാർ ഇത് കുട്ടികളോട് വളരെ നിസ്സാരവൽക്കരിച്ച് പറയാറുണ്ട്. ഇത് പെൺകുട്ടികളിൽ ഉണ്ടാകുന്നതാണ്, അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇതിനെ പതുക്കെ തള്ളിക്കളയുന്ന അവസ്ഥകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഇതൊരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങളെ ഒരു വൈദ്യനിർദ്ദേശം തേടി ഈ ഒരു രോഗാവസ്ഥയിൽ നിന്നും ശമിപ്പിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഈ ഭീതിജനകമായ അവസ്ഥയിൽ നിന്നും അവർക്ക് വിമുക്തി നേടുവാൻ സാധിക്കും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവ് ഉയരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അഥവാ പുവർ ഡയറ്റ് എന്ന് പറയും. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഭക്ഷണം കുറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കടന്നു വരാറില്ല. എപ്പോൾ എന്ത് എങ്ങനെ കഴിക്കണമെന്ന് അറിയാത്തതാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നം. ഫാസ്റ്റ് ഫുഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ ഇന്ന് കൂടുതലാണ്. മൊബൈലിൻ്റെ ഉപയോഗം ഉറക്കക്കുറവുണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വളരെയധികം പ്രശ്നത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇന്നത്തെ പെൺകുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു വലിയ രോഗാവസ്ഥയാണ് വിളർച്ച അഥവാ അനീമിയ. ഇതും ആർത്തവ സമയത്തെ വയറുവേദനയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെയുള്ള രോഗാവസ്ഥയിൽ ആയുർവേദം വളരെ ഫലപ്രദമായി ചികിത്സ നൽകുന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു അവസ്ഥയാണ് സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്.
സെക്കൻഡറി ഡിസ്മെനോറിയയിൽ തീർച്ചയായും ഒരു രോഗകാരണമുണ്ടായിരിക്കും. അണ്ടർലൈങ് ആയി ഒരു ഡിസീസ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനെയുള്ള വയറുവേദന ഒരു 20-25 വയസ്സിനു ശേഷമായിരിക്കും മിക്കവാറും സ്ത്രീകളിൽ തുടങ്ങുക. അത്രയും കാലം ആർത്തവ സമയത്ത് വലിയ പ്രശ്നങ്ങളില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് കൂടുതലായിട്ടുള്ള വയറുവേദന, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മൂഡ് സ്വിങ്സ്, ബ്ലീഡിങ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കണം അവിടെ എന്തോ ഒരു രോഗ കാരണം ഒളിച്ചിരിപ്പുണ്ട് എന്ന്. അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്മെനോറിയയുടെ ഒരു കാരണമാണ് നമുക്ക് പറയാൻ പറ്റുന്ന എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഗർഭാശയ ഭിത്തികളിൽ വളരേണ്ട കോശങ്ങൾ ഗർഭാശയ ഭിത്തിക്ക് പുറത്ത് വളർന്ന് ആർത്തവ സമയത്ത് അത് വളരെ വേദനയോടുകൂടി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു രോഗാവസ്ഥ. അതുപോലെ സെക്കൻഡറി ഡിസ്മെനോറിയയുടെ കാരണങ്ങളാണ് അഡിനോമയോസിസ് അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, എക്ടോപിക് പ്രഗ്നൻസി, PCOD, ഫൈബ്രോയിഡ്, ഇങ്ങനെ പല കാരണങ്ങളും ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ഉണ്ടാകാം. ഇങ്ങനെയുള്ള അവസ്ഥയെ നമ്മൾ ചികിത്സിക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ അത് കുറച്ച് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് അത് ചികിത്സിച്ച് ഭേദമാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എത്രയും നേരത്തെ ഈ ഒരു രോഗാവസ്ഥയെ കണ്ടുപിടിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തുക. ആയുർവേദം തീർച്ചയായും നിങ്ങളോടൊപ്പമുണ്ട്. ഇങ്ങനെയുള്ള രോഗാവസ്ഥയിൽ പാർശ്വഫലങ്ങളില്ലാതെ ഏറ്റവും നന്നായി ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ ആയുർവേദത്തിന് കഴിയും. ഒരു സ്ത്രീയുടെ ആരോഗ്യം എന്നത് ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യമാണ്. ഒരു സ്ത്രീയുടെ ആർത്തവത്തിൻ്റെ ആരോഗ്യം എന്നത് അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. ഒരു സ്ത്രീ എന്നത് ഒരു അമ്മയായിരിക്കാം, ഒരു മകളായിരിക്കാം, അതുപോലെ ഒരു ഭാര്യയായിരിക്കാം, ഒരു മരുമകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സഹപാഠിയുമായിരിക്കാം. തീർച്ചയായും നമ്മളുടെ സ്ത്രീകളുടെ ഈ ദിവസങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നും അതുപോലെ ഈ ഒരു ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ഏറെയാണെന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ആയുരാരോഗ്യം നേർന്നുകൊണ്ട് നന്ദി.